വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ ടെക് ഹെൽപ്പ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളവും ഇംഗ്ലീഷുമാണ് നമ്മൾ നോക്കുന്നത്. ബി കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. എ ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ്. ഓപ്ഷൻ എ ഫ്ലൈറ്റ് ആണ് ആൻസർ വരുന്നത്. 66ാമത്തെ ക്വസ്റ്റ്യൻ ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഗോസ് ഔട്ട് ഡാഷ്. ഏത് വരും ആൻസർ? ഓപ്ഷൻ എ ഡസ് ഷീ. 67ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ അപ്പ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജ്. ടു അല്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻ ആണ്. ഇൻ പ്രിപ്പോസിഷൻ ആണ് അവിടെ വേണ്ടുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ദ ഫോളോവിങ് സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം. ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. 69ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ അപ്പ് സ്യൂട്ടബിളി. വൈഡ് മീൻസ് ദ സെയിം ആസ് ഡാഷ്. ആൻസർ ഡി ആണ് ബ്രോഡ്. 70ാമത്തെ ക്വസ്റ്റ്യൻ റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. ഓപ്ഷൻ എ കോൾ ഓഫ് ആണ് ആൻസർ വരുന്നത്. 71 ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോവിങ്. ഇതിനകത്ത് ആർഗ്യുമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 72 ക്വസ്റ്റ്യൻ ചേഞ്ച് ദ ഫോളോവിങ് സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ്? ഹി ആസ്ക്ഡ് മീ. ആൻഡ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. വെൻ ഹെർ മദർ അറൈവ് ഇഷ ഡാഷ് ബ്രാക്കറ്റിൽ ഫിനിഷ് ദ ലോണ്ട്രി. ഓപ്ഷൻ ഡി ഹാഡ് ഫിനിഷ്ഡ് ആണ് ആൻസർ വരുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി. അൺലെസ് യു സ്റ്റഡി വെൽ കോമ ഡാഷ്. എന്താ വരണ്ടേ? ഓപ്ഷൻ ബി യു വിൽ നോട്ട് പാസ്. ഇത്രയുമാണ് ഇംഗ്ലീഷിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 75ാമത്തെയാണ് അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? ഇതിനകത്ത് ആൻസർ വരുന്നത് സി ആണ്. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. 76ാമത്തെ ക്വസ്റ്റ്യൻ വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? അതിലെ ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലര് വിസ്തൃതമാകും ഇപ്പോൾ. അതാണ് ആൻസർ വരുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പര്യായ പദം ഏത്? അച്ഛൻ ജനയിതാവ് എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 78ാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക്. പ്രേക്ഷകൻ എന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രേക്ഷകനാണ് ഷായാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയതിൽ ശരിയേത്? ഓപ്ഷൻ ഡി കൺ പ്ലസ് നീർ കണ്ണീർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? ഇതിൽ 2 ഉള്ളൂ ശരിയായിട്ടുള്ളത്. അബദ്ധം സുബദ്ധം ഖണ്ഡനം മണ്ഡനം. 1ഉം 4ഉം വരുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 81ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? ഇതിൽ 2ഉം 3ഉം എന്ന ഓപ്ഷനുള്ള സി ആണ് കറക്റ്റ് ആൻസർ. 82 താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗമേവ? ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സഹോദരിയുടെ മകൻ. 84 വ്യത്യസ്തമായ സമാസമുള്ള പദമേത്? ഓപ്ഷൻ എ മരപ്പൊടി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.